നമസ്കാരം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സിലെ മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മാഗ്നറ്റിസം, ഇലക്ട്രോ മാഗ്നറ്റിസം എന്താണ്, അതുപോലെ തന്നെ മാഗ്നറ്റിക് മെറ്റീരിയൽ, പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിസം, ലോസ് ഓഫ് മാഗ്നറ്റിസം, ഇങ്ങനെ കുറേ ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ മാഗ്നറ്റിസം എന്ന് പറയുന്നൊരു ടോപ്പിക്ക്. അപ്പോൾ ഇന്ന് നമ്മളതിൻ്റെ പാർട്ട് 1 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മാഗ്നറ്റിസം, അല്ലെങ്കിൽ എന്താണ് മാഗ്നറ്റ്, പെർമനൻറ്റ് മാഗ്നറ്റ് എന്താണ്, ടെമ്പററി മാഗ്നറ്റ് എന്താണ്, ഇതൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. What is a magnet? A substance that attracts pieces of iron and steel is called a magnet. അപ്പോൾ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അയൺ അല്ലെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ അതിൻ്റെ അലോയ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുക. അതിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിസം എന്ന് പറയുക. ഓക്കെ, ദെൻ മാഗ്നറ്റ്സ് വിച്ച് ആർ ഫൗണ്ട് ഇൻ ദ നാച്ചുറൽ സ്റ്റേറ്റ് ഇൻ ദ ഫോം ഓഫ് മിനറൽ ഈസ് കോൾഡ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ നാച്ചുറൽ സ്റ്റേറ്റിൽ കാണുന്ന മാഗ്നറ്റിൻ്റെ പേരാണ് മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ നിങ്ങളത് ഓരോന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വേർഡിങ്സ് ഒക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നാച്ചുറൽ സ്റ്റേറ്റിൽ കാണുന്ന മിനറൽ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റൈറ്റ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലാണ് എന്ത്? നാച്ചുറൽ സ്റ്റേറ്റിൽ കാണുന്ന മെറ്റീരിയലാണ് മാഗ്നറ്റൈറ്റ്. ദെൻ കൊമേഴ്ഷ്യൽ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ആർട്ടിഫിഷ്യലി ഇൻ ദ ഫ്രം അയൺ ആൻഡ് സ്റ്റീൽ ആൻഡ് മാഗ്നറ്റിക് അലോയ്സ്. അപ്പോൾ അയണും സ്റ്റീലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മാഗ്നറ്റ്സിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ബൈ കൺവെൻഷൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫ്ലോ ഔട്ട്സൈഡ് ഓഫ് എനി മാഗ്നറ്റിക് മെറ്റീരിയൽ ഫ്രം നോർത്ത് ടു സൗത്ത് പോൾ. അപ്പം നമ്മൾ സാധാരണ മാഗ്നറ്റിസം ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ബേസിക്സിൽ. അപ്പം നോർത്തിൽ നിന്നും സൗത്തിലേക്കായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക? നമ്മൾ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നമ്മൾ കാണിക്കുക. അപ്പോൾ നോർത്ത് ടു സൗത്ത് ആയിരിക്കും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഫ്ലോ ചെയ്യുക. ദെൻ നോട്ട് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഒറിജിനേറ്റ് ഓർ ടെർമിനേറ്റ് അറ്റ് പോൾസ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിൽ എൻഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. പക്ഷേ അങ്ങനെയല്ല. ഇറ്റ് വിൽ ഫോം എ ക്ലോസ്ഡ് ലൂപ്പ്. അപ്പോൾ ഒരു ലൂപ്പ് പോലെയാണ് ഇത് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് ആൻഡ് എൻഡ്സ് അറ്റ് ദി സൗത്ത്, ബട്ട് ഇറ്റ് വിൽ ഫ്ലോ ഇൻ ദ ഫോം ഓഫ് എ ലൂപ്പ്. ഒരു ലൂപ്പ് പോലെയാണ് ഇത് ഫ്ലോ ചെയ്യുക. അല്ലാണ്ട് ഇതൊരു എവിടെയെങ്കിലും വന്ന് ടെർമിനേറ്റ് ചെയ്യുകയോ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യുന്നില്ല. Then instead they are continuous loops that passes completely through the magnet. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. മാഗ്നറ്റിക് എന്താണ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി അടുത്തത് എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? ദ മോസ്റ്റ് യൂഷ്വൽ വേ ഓഫ് മേക്കിംഗ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഈസ് പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ എ വയർ വൗണ്ട് ഓവർ എ അയൺ ഓർ സ്റ്റീൽ ബാർ. അപ്പം നേരത്തെ പറഞ്ഞു അയൺ അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റ്സ് മേക്ക് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഒരു അയൺ പീസ് അല്ലെങ്കിൽ സ്റ്റീൽ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു വയർ വെച്ചിട്ട് നമ്മൾ അതിനകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് എൻ്റയർ സെറ്റപ്പ് വിൽ ഫോം ആസ് എ മാഗ്നറ്റ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ whenever the current is removing from the circuit it will coming back to the initial state. അപ്പം ഇവിടെ നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇതൊരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുക, അല്ലാത്ത സമയത്ത് നോർമൽ സ്റ്റേറ്റിലേക്ക് വരുന്നു. അപ്പം ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ്? അയൺ ഓർ സ്റ്റീൽ ബാർ. ഇതൊക്കെ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി എബിലിറ്റി ഓഫ് ദി റിട്ടൈൻ മാഗ്നറ്റിസം ദ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ് പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്സ്. അപ്പം ഇത് എത്രത്തോളം അതിനെ നമുക്ക് ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിനകത്ത് റിമൈൻ ചെയ്യുന്നുണ്ട്. സം മെറ്റീരിയൽ വൺസ് ഇറ്റ് ഈസ് മാഗ്നറ്റൈസ്ഡ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ റിമൈൻസ് ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ ആ മെറ്റീരിയൽ തന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അങ്ങനെ തന്നെ നിൽക്കും. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയാം. ഇനി മറ്റു വല്ല മെറ്റീരിയലുകളാണെങ്കിലോ നമ്മൾ വൺസ് മാഗ്നറ്റൈസ് ചെയ്യുന്നു, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്ന കറണ്ടാണ്. കറണ്ട് കടത്തിവിട്ട് ഒരു മാഗ്നറ്റാക്കി മാറ്റുന്നു. ദെൻ വൺസ് ദ കറണ്ട് ഈസ് റിമൂവ്ഡ് എന്താണ്? ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിനകത്ത് നിന്ന് നഷ്ടപ്പെടാം. അതിനാണ് നമ്മൾ എന്ത് പറയുക? ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുക. അപ്പോൾ കൂടുതലായിട്ട് ഇലക്ട്രിക് ഡിവൈസ് മെഷീനറീസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? ഈ ടെമ്പററി മാഗ്നറ്റ് ആണ്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു, ആവശ്യമില്ലാത്തപ്പോൾ എന്താണ്? അതിനെ റീഗെയിൻ ചെയ്യുന്നു. അപ്പം ഈ രീതിയിൽ എന്താണ്? ഡിപ്പെൻഡിങ് അപ്പോൺ ദി എബിലിറ്റി ഓഫ് റിട്ടൻഷൻ ഓഫ് മാഗ്നറ്റിസം, എത്രത്തോളം അതിനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പെർമനൻറ്റ് മാഗ്നറ്റ് എന്നും ടെമ്പററി മാഗ്നറ്റ് എന്നും. ഇനി എന്താണ് പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? ദി ഹാർഡൻഡ് സ്റ്റീൽ ഓർ സർട്ടൻ മാഗ്നറ്റിക് അലോയ്സ്. ഏതൊക്കെ വരാം? കൊബാൾട്ട്, സ്റ്റീൽ, ടങ്സ്റ്റൺ സ്റ്റീൽ. ഇതെല്ലാം ഓർത്ത് വെക്കേണ്ട പോയിന്റുകളാണ്. പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ് ചോദിക്കാം. ഇതൊക്കെയാണ് കൊബാൾട്ട്, സ്റ്റീൽ, ടങ്സ്റ്റൺ സ്റ്റീൽ. ഇതെല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിച്ച് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ്. വൺസ് ഇറ്റ് ക്യാൻ ബി മാഗ്നറ്റൈസ്ഡ് ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടി വിൽ റിമൈൻസ് ഇൻ ദ മെറ്റീരിയൽ. അപ്പോൾ ഇതിലെല്ലാം തന്നെ നമുക്ക് പെർമനൻറ്റ് മാഗ്നറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്? കൊബാൾട്ട്, സ്റ്റീൽ, ടങ്സ്റ്റൺ സ്റ്റീൽ. വെൻ മാഗ്നറ്റൈസ്ഡ് റിട്ടൈൻ ദെയർ മാഗ്നറ്റിസം ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം. അത്
ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടൊന്നും പോവുകയില്ല, കുറേ നാൾ കഴിയുമ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞു വരും. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ യൂസേജ്. അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഏതൊക്കെ മെറ്റീരിയലാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ദെയർ നെയിം പെർമനൻറ്റ് മാഗ്നറ്റ്സ് ക്യാൻ ലൂസ് ദെയർ മാഗ്നറ്റിസം ഇഫ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സിവിയർ മെക്കാനിക്കൽ ഷോക്ക് ഓർ ഹീറ്റിംഗ്. അപ്പോൾ അവിടെ ഹീറ്റിങ്ങോ മെക്കാനിക്കൽ ഷോക്സോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കുറഞ്ഞു വന്നത് ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് പിന്നീട് മാറാം. അപ്പം ഇതൊക്കെ തന്നെ നിങ്ങളുടെ PSC ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുക. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചില സ്റ്റേറ്റ്മെൻറ്റ്സ് തരാം. സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾ ചൂസ് ദ ഓഡ് വൺ അല്ലെങ്കിൽ ചൂസ് ദ കറക്റ്റ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് തരാം. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. അതായത് എന്താണ്, വെൻ എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു permanent magnet is subjected to severe mechanical shock or heating, its magnetic property can be lost. അപ്പം അങ്ങനെ എന്താണ്, ആ രീതിയിൽ ഇതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാം. എന്ത് ചെയ്താൽ മതി, അതിനകത്തേക്ക് ഒരു മെക്കാനിക്കൽ ഷോക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടാം. അതുപോലെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇയർഫോൺസ്, അതുപോലെ തന്നെ എന്താണ് മൂവിങ് കോയിൽ, ലൗഡ് സ്പീക്കേഴ്സിനകത്തെല്ലാം തന്നെ ചെറിയ എക്യുപ്മെൻറ്റ്സിലൊക്കെ തന്നെ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. മെഷീനറീസ് എല്ലാം തന്നെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ടെമ്പററി മാഗ്നറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ്, ടെമ്പററി മാഗ്നറ്റ്. എന്താണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അയൺ ഓർ സോഫ്റ്റ് സ്റ്റീൽ. ഇപ്പോൾ ഇത് ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ്. അയൺ അല്ലെങ്കിൽ സോഫ്റ്റ് സ്റ്റീലാണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുക, ഇതിൻ്റെ കോറായിട്ട്, ടെമ്പററി മാഗ്നറ്റിൻ്റെ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. വിൽ റിമൈൻ ദ മാഗ്നറ്റിസം ആസ് ലോങ് ആസ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം അതെന്തായിട്ട് മാറുന്നു, അതൊരു മാഗ്നറ്റായിട്ട് മാറുന്നു. എന്താണ് ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് കറണ്ട് ഐനെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുക. അപ്പം കറണ്ട് കൊടുക്കുന്ന സമയത്ത് മാത്രം ഇത് മാഗ്നറ്റായി മാറുകയും കറണ്ട് വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് ആ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പററി മാഗ്നറ്റ് എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് നമ്മൾ പറയും. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് മാഗ്നറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് അതിന് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് നമ്മൾ പറയും. വൺസ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ് ദേ വിൽ ലോസ് നിയർലി ഓൾ ദെയർ മാഗ്നറ്റിസം. അവിടെ ചെറിയതായിട്ട് ഒരു എന്താണ് പറയുക, ചെറിയൊരു മാഗ്നറ്റിസം കുറച്ച് സമയത്തൊക്കെ എക്സിസ്റ്റ് ചെയ്യും. അതിന് റെസിജ്വൽ മാഗ്നറ്റിസം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ എന്താണ്, ഇൻ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ആ കറണ്ട് അവിടുന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എല്ലാം തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് പറയുക, ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുക. അപ്പോൾ ഏത് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുക ടെമ്പററി മാഗ്നറ്റിന്, അയൺ ആൻഡ് സോഫ്റ്റ് സ്റ്റീലാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. മാഗ്നറ്റ്സ് മെയ്ഡ് ഫ്രം സച്ച് മെറ്റീരിയൽസ് ആർ കോൾഡ് ടെമ്പററി മാഗ്നറ്റ്സ്. ഇങ്ങനെ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റ്സിൻ്റെ പേരാണ് ടെമ്പററി മാഗ്നറ്റ്സ്. നെക്സ്റ്റ്, പോൾസ് ഓഫ് എ മാഗ്നറ്റ്. ഇപ്പോൾ പോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ നമുക്കറിയാം ഒരു മാഗ്നറ്റിന് രണ്ട് പോൾസ് ഉണ്ട്, നോർത്തും സൗത്ത് രണ്ട് പോൾസ് ഉണ്ട്. അപ്പോൾ അതിവിടെ മാർക്ക് ചെയ്തിട്ട് നോർത്ത് പോളെന്നും സൗത്ത് പോളെന്നും. ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ്. അതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇതിനെ നമ്മൾ എത്ര ഇൻഡിവിജ്വൽ പീസാക്കി മുറിച്ചാലും അതിന് ഓരോന്നിനും എന്തുണ്ടാവും, നോർത്ത് സൗത്ത് പോൾസ് ഉണ്ടാവും. അപ്പം വെനെവർ വി ആർ ബ്രേക്കിംഗ് ഓർ എന്താണ് സ്പ്ലിറ്റിംഗ് എ സിംഗിൾ മാഗ്നറ്റ് ഇൻറ്റു നമ്പർ ഓഫ് മാഗ്നറ്റ്സ്, ഈച്ച് ഇൻഡിവിജ്വൽ പീസസ് വിൽ ആക്ട് ആസ് എ സെപ്പറേറ്റ് മാഗ്നറ്റ്. അപ്പോൾ ഇത് ഓരോരോ പീസാക്കി മുറിച്ചാലും നമുക്ക് എന്ത് കിട്ടുന്നു, ഓരോന്നും സെപ്പറേറ്റ് മാഗ്നറ്റായി മാറുന്നു. അതിന് ഓരോന്നിനും എന്തുണ്ടാവും, ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. സോ എന്താണ്, ടു പോൾസ് ഓഫ് ദി മാഗ്നറ്റ്സ് ആർ ഈക്വൽ സ്ട്രെങ്ത്, ദ പോൾ സ്ട്രെങ്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എം. അപ്പോൾ സാധാരണ പോൾ സ്ട്രെങ്തിനെ നമ്മൾ എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഈ രണ്ട് പോൾസും എന്താണ്, ഈക്വൽ സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പോൾസിൻ്റെയും സൈഡിലേക്കുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ ആയിട്ടാണ് എടുക്കുക. അപ്പോൾ ഇതിന് ഈക്വൽ സ്ട്രെങ്ത് എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ നോർത്ത് പോളും തമ്മിൽ എന്താവുന്നു, റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ സൗത്ത് പോളും തമ്മിൽ എന്ത് ചെയ്യുന്നു, റിപ്പൽ ചെയ്യുന്നു. ഇനി ഏതൊക്കെ തമ്മിലാണ് അട്രാക്ട് ചെയ്യുക, നോർത്തും സൗത്തും തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു. അതൊക്കെ നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പോൾസ് ഓഫ് എ മാഗ്നറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ലെങ്ത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇവിടെ നമ്മൾ ഈ ഒരു മാഗ്നറ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ നിന്ന് നോർത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ എൽ എന്നും സെൻട്രൽ നിന്ന് സൗത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ എൽ എന്നും എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് വിൽ ബി 2L. സോ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. അപ്പോൾ പോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്, ജിയോഗ്രാഫിക്കൽ ലെങ്തിൽ നിന്ന് എപ്പോഴും കുറച്ച് കുറവായിട്ട്, അതായത് എഡ്ജിൽ നല്ല നമ്മൾ മെഷർ ചെയ്യുക. അതിൻ്റെ ആ ഒരു പോൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് എഡ്ജിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 2L എന്ന് പറയും. 2L എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, സെൻറ്റർ ടു നോർത്ത് ആൻഡ് സെൻറ്റർ ടു സൗത്തിൻ്റെ ടോട്ടൽ
സമ്മാണ് എന്താണ് പറയുക മാഗ്നറ്റിക് ലെങ്ത് എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെ ജിയോഗ്രാഫിക്കൽ ലെങ്ത് എന്ന് പറയുന്നത് സംവാട്ട് ലെസ് ദാൻ മാഗ്നറ്റിക് ലെങ്ത് ആയിരിക്കും. നെക്സ്റ്റ് ലോസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ കൂളംസ് ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. രണ്ട് മെയിൻ ലോസ് ആണ് ഇവിടെ വരുന്നത്. ലോസ് ഓഫ് മാഗ്നറ്റിസത്തിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഇത് നിങ്ങൾ ഫിസിക്സിൽ ബേസിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. സെക്കൻഡ് ലോ എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദെയർ പോൾ സ്ട്രെങ്ത്. അപ്പോൾ പോൾ സ്ട്രെങ്തിനെ നമ്മൾ എങ്ങനെയാണ് കാണിച്ചത്? എം എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ കാണിച്ചത്. അപ്പം എന്താണ്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു മാഗ്നറ്റിക് പോൾസ്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മാഗ്നറ്റ്സ് നമ്മൾ അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഏതർ ഇറ്റ് ഈസ് റിപ്പൽസീവ് ഫോഴ്സ് ഓർ അട്രാക്റ്റീവ് ഫോഴ്സ്. ഈ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? ഇറ്റ് വിൽ ബി ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ പോൾ സ്ട്രെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡി എന്ന് എടുക്കുന്നു, മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രെങ്തിനെ എം എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആസ് പെർ കൂളംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 m2 divided by d square. This equation is very very important. പഠിച്ചു വയ്ക്കുക. F is directly proportional to m1 m2 by d square. അപ്പോൾ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് ഇത് ഇക്വേഷൻ തന്നെ ചോദിക്കാം. അതല്ലെങ്കിൽ ഇക്വേഷൻസ് തന്നിട്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ m1 m2 d ഒക്കെ തന്നിട്ട് വാട്ട് ഈസ് ദ ഫോഴ്സ് എന്ന് ചോദിക്കാം. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു m1 m2 ബൈ d സ്ക്വയർ. അപ്പോൾ m1 m2 എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ പോൾ സ്ട്രെങ്ത് ആണ്. d ഈസ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ടു ഒബ്ജക്ട്സ്. രണ്ട് മാഗ്നറ്റ്സുകൾ തമ്മിലുള്ള സെപ്പറേഷനെയാണ് d എന്ന് പറയുക. F is proportional to m1 m2 by d square. So this is the laws of magnetic force and second law is very very important. ഇതിനെ നമ്മൾ എന്താ പറയുക? കൂളംസ് ലോ ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. ഇനി അടുത്തെന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതാണ് ജസ്റ്റ് ആസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് നിയർ എ ചാർജ്ഡ് ഒബ്ജക്റ്റ് സിമിലർലി മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് അറൗണ്ട് ദ മാഗ്നറ്റ്. അപ്പോൾ ഒരു മാഗ്നറ്റ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിന് ചുറ്റുമായിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ എത്രത്തോളം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രത്തോളം ഏരിയയിൽ അതിൻ്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്പ്രെഡ് ചെയ്യുന്നു ആ ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമ്മൾ പറയുക. സോ ഇഫ് ആൻ ഐസൊലേറ്റഡ് മാഗ്നറ്റിക് പോൾ ഈസ് ബ്രോഡ് നിയർ ടു ദി മാഗ്നറ്റ് ഇറ്റ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് അക്കോർഡിംഗ് ടു കൂളംസ് ലോ. അപ്പോൾ ഒരു മാഗ്നറ്റിക് പോൾ എടുത്തിട്ട് ഒരു ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ബാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദർ എക്സിസ്റ്റ് എ ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നിൽ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ്? റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ആ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സിന് അടുത്തേക്ക് മറ്റൊരു മാഗ്നറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിനെ ബേസ് ചെയ്തിരിക്കും എത്രത്തോളം ഫോഴ്സ് അവിടെ വരുന്നു എന്നുള്ളത്. ദെൻ magnetic field is strongest near to the pole and goes on decreasing away from the magnet. അപ്പോൾ ഇവിടുന്ന് ഏറ്റവും ക്ലോസ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ എന്തുണ്ടാവും? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റിപ്പൽഷൻ അവിടെ കൂടുതലായിരിക്കും അടുത്തേക്ക് വരും തോറും. ഇനി അവിടുന്ന് ഇഫ് ഹി മൂവ്സ് അവേ ഫ്രം ദ മാഗ്നറ്റ് എന്താണ്? ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ഡിക്രീസ് ചെയ്ത് വരും. അതെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫീൽഡ് സ്ട്രെങ്ത്. ആ ഫീൽഡിൻ്റെ സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നോർത്ത് പോൾ, സൗത്ത് പോൾ ആൻഡ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ് അറ്റ് ദി സൗത്ത് പോൾ. അപ്പോൾ ഇതെന്ന് പറയുന്നതാണ്? ഇതിങ്ങനെ പുറത്തേക്ക് പോകുന്നതോറും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പുറത്തേക്ക് പോകുന്നതനുസരിച്ച് എന്താണ്? ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇഫ് എ സിംഗിൾ പീസ് ഓഫ് മാഗ്നറ്റ് ഓർ അനദർ മാഗ്നറ്റിക് മെറ്റീരിയൽ ബ്രോഡ് നിയറർ ടു ദിസ് മാഗ്നറ്റ്, ഈ ഒരു മാഗ്നറ്റിന് അടുത്തേക്ക് കൊണ്ടുവരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ ഇടയിൽ അവിടെയുള്ള ഒരു അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് കൂടി വരുന്നു. അടുത്തേക്ക് വരുമ്പോൾ വളരെ സ്ട്രോങ് ആവും, കുറച്ചും ബാക്കിലേക്ക് പോകുമ്പോൾ അനുസരിച്ച് കുറഞ്ഞു വരും. ഓക്കെ. ആൻഡ് the space or field in which magnetic pole is experience a force is called magnetic field. അപ്പോൾ എത്രത്തോളം ഏരിയയിൽ ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ നമുക്ക് കിട്ടുന്നു അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, ആ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഈ ഫിഗറിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കാണുന്ന എന്താണ്? ഈ ഒരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കിടക്കുന്ന ഏരിയ, ആ ഒരു ഏരിയനെയാണ് നമ്മളെന്ത് പറയുക? നമുക്ക് ഈ ഒരു ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഫീൽഡ് ഏരിയ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഏരിയയിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ റിപ്പൾസീവ് ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി അട്രാക്റ്റഡ്, ഓർ ഇനി അതർ സിംഗിൾ മാഗ്നറ്റ്, മറ്റൊരു മാഗ്നറ്റാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഈ ലൈക്ക് പോൾസ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് ആണെങ്കിൽ അട്രാക്റ്റ് ചെയ്യും. ഓക്കെ. ആൻഡ് ദിസ് മാഗ്നറ്റിക് ലൈൻസ്
ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇമാജിനറി ലൈൻസ് ആണ്. ഇത് ഈ രീതിയിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. നമുക്ക് ഈ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഫോഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമേ കഴിയുള്ളൂ. ആൻഡ് ദീസ് ഇമാജിനറി ലൈൻസ് ആർ സ്റ്റാർട്ടിങ് ഫ്രം നോർത്ത് പോൾ ആൻഡ് ends at the south pole, and it's complete its loop through inside the magnet. മാഗ്നറ്റിനുള്ളിൽ കൂടെ ഈ ഒരു ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തിങ്ങനെ പോകും. ഓക്കെ, ഇനി വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഹാവ് ദി ഫോളോയിങ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. ഇതൊക്കെയാണ്. ദേ ആർ ലൈക്ക് എ സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ്. ഒരു റബ്ബർ ബാൻഡ് സ്ട്രെച്ച് ചെയ്യുന്ന പോലെ നമുക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് പോകുന്ന ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ റബ്ബർ ബാൻഡിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? നമ്മൾ ആ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റബ്ബർ ബാൻഡ് തിരിച്ച് പഴയ ഫോമിലേക്ക് വരും. അതുപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുക. സ്ട്രെച്ച്ഡ് റബ്ബർ ബാൻഡ് ആൻഡ് വിച്ച് ടെൻ ടു ബി ഷോർട്ട് ആസ് പോസിബിൾ. അപ്പോൾ എപ്പോഴും അത് ആ ഒരു മാഗ്നറ്റുമായിട്ട് എപ്പോഴും ക്ലോസ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കും. ദേ റിപ്പൽ ഈച്ച് അതർ. അപ്പം രണ്ട് ലൈൻസ് തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? ആ ലൈൻസ് ഒരിക്കലും തമ്മിൽ കൊളൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രോസ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. റിപ്പൽ ചെയ്ത് നിൽക്കും. ആൻഡ് നെവർ ക്രോസ് ഈച്ച് അതർ. അപ്പോൾ ഒരിക്കലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് നെവർ ക്രോസ് ചെയ്യില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെയാണ് ഒരു PSC ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവർ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് 3 കറക്റ്റ് ആയിരിക്കും, ഒരെണ്ണം റോങ് ആയിട്ട് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്? അവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് പോൾ സ്റ്റാർട്ട് അറ്റ് നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് അറ്റ് ദി സൗത്ത് പോൾ. അപ്പം അവിടെ വരുമ്പോൾ എന്താണ്? അതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇറ്റ് വിൽ നോട്ട് ടെർമിനേറ്റ് ഓർ സ്റ്റാർട്ടിങ് ഫ്രം എ പർട്ടിക്കുലർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? നമ്മൾ പുറമേ നോക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു? നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് പോകുന്നു. ദെൻ ഇറ്റ് വിൽ കംപ്ലീറ്റ് ഇറ്റ്സ് ലൂപ്പ് ഇൻസൈഡ് ദ മാഗ്നറ്റ് ഉള്ളിൽ കൂടെ കടന്നു പോകുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, അത് ടെർമിനേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പർട്ടിക്കുലർ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു സെൻറ്റൻസ് ഫോമാറ്റിൽ അവർ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ചൂസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ പല രീതിയിലായിട്ട് ക്വസ്റ്റ്യൻ ഫോമുലേറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഒരു എക്സാക്ട്ലി ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇക്വേഷൻ മാത്രം പഠിച്ചു പോയിട്ട് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ടോപ്പിക്, മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് മാറുന്നതനുസരിച്ച് എങ്ങനെയാണ് മാഗ്നറ്റിക് എഫക്റ്റ് മാറുക, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ എന്താണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ റോൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ബാർ മാഗ്നറ്റ് എടുക്കുന്നു, ദെൻ ഇറ്റ് വിൽ ബി ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് നമ്മൾ ഇതിനകത്ത് കൂടെ കറണ്ട് കടത്തി വിടുന്നു. അപ്പോൾ കറണ്ട് കടന്നു പോകുന്ന ആ ഒരു പീരീഡിൽ മാത്രമാണ് ഇതൊരു മാഗ്നറ്റായിട്ട് വർക്ക് ചെയ്യുക. സോ എന്താണ്, ആ ഇലക്ട്രിക് കറണ്ടും ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും തമ്മിൽ ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക, ക്വാണ്ടിറ്റേറ്റീവായിട്ട് നമ്മൾ പറയുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ദെൻ വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് സെറ്റപ്പ് ഓൾ അലോങ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇതിനകത്ത് കൂടെ കറണ്ട് കടന്നു പോവുകയാണെങ്കിൽ എന്താണ്, ആ എത്ര ലെങ്തിൽ ആ ഒരു നമ്മൾ കണ്ടക്ടർ യൂസ് ചെയ്യുന്നുണ്ടോ അത്രയും ലെങ്തിൽ എന്താണ് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി അവിടെ വരുന്നുണ്ട്. Then magnetic lines of force are in the form of concentric circle around the conductor. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ് ആ ഒരു സർക്കിൾ ഫോമാറ്റിൽ ഇങ്ങനെ വരും. അപ്പം ആ ഡയറക്ഷൻ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ആയിരിക്കും. അപ്പോൾ ഇത് വെദർ ഇറ്റ് വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും ഇത് വരിക. അപ്പോൾ ആ ഡയറക്ഷൻ എങ്ങനെയാണ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു, ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു, അതിനകത്ത് കൂടെ കറണ്ട് കടത്തി വിടുന്നു. ദെൻ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഓർ വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ഹാൻഡ് റൂൾ. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനും കറണ്ടിൻ്റെ ഡയറക്ഷനൊക്കെ കണ്ടുപിടിക്കുക. ആൻഡ് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ഹോൾഡ് ദ കണ്ടക്ടർ ഇസ് ഇൻ ദ റൈറ്റ് ഹാൻഡ് വിത്ത് ദി തമ്പ് പോയിന്റിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് വെൻ ദി അതർ ഫിംഗേഴ്സ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് റൂളിൽ ജസ്റ്റ് ഹോൾഡ് ദ കണ്ടക്ടർ. അപ്പോൾ ഇതൊരു കണ്ടക്ടറായിട്ട് എടുക്കുന്നു. ഈ കണ്ടക്ടറിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഹോൾഡ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് തമ്പ് ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട് ആൻഡ് അതർ ഫിംഗേഴ്സ്. ബാക്കിയുള്ള 4 ഫിംഗേഴ്സ് എന്ത് ചെയ്യുന്നു, ഷോസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം ആ അതർ ഫിംഗേഴ്സ് കാണിക്കുന്ന എന്താണ്, ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. തമ്പ് പോയിന്റ്സ് ഔട്ട് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലായിരിക്കും എന്താണ് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് മാഗ്നറ്റിസം നമ്മൾ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത്, അതുപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് റൈറ്റ് ഹാൻഡ് റൂൾ.
ദെൻ ബാക്കിയുള്ള പോയിന്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? ദ ഗ്രേറ്റർ ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ സ്ട്രോങ്ങർ ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ആ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയുന്ന കറണ്ടാണ്. ആ കറണ്ട് കൂടി വരുന്നതനുസരിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും അവിടെ കൂടി വരുന്നുണ്ട്. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് നിയർ ദ കണ്ടക്ടർ ഈ സ്ട്രോങ്ങർ ആൻഡ് ബിക്കം വീക്കർ ആൻഡ് വീക്കർ ആസ് വി മൂവ് അവേ ഫ്രം ദ കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടറിൻ്റെ അടുത്തായിട്ട്, കണ്ടക്ടറിന് വളരെ ക്ലോസ് ആയിട്ട്, ഈ ഒരു ഏരിയയിലേക്ക് ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വെൻ വി ആർ മൂവിങ് അവേ ഫ്രം ദ കണ്ടക്ടർ, its property getting decreased. Then the magnetic lines of force are around the conductor will be either in clockwise or anti-clockwise direction that depending upon the direction of current. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞു. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് direction of magnetic lines of force either in clockwise or in anti-clockwise direction. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റില്ല. that depends upon the direction of current and the shape of magnetic field. അതിൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഷേപ്പ് ഓഫ് ദി കണ്ടക്ടർ. അപ്പോൾ ഇഫ് ദ കണ്ടക്ടർ ഈസ് ഇൻ എ റെക്ടാങ്കുലർ ഫോം, എന്താണ് ഇത് റെക്ടാങ്കുലർ കണ്ടക്ടർ ആണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരിക. ഇഫ് ഇറ്റ് ഈസ് ഇൻ സർക്കുലർ ഓർ സിലിണ്ടറിക്കൽ ഫോം, ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി ഇൻ ദ റൗണ്ട് ഷേപ്പ് ഓർ സർക്കുലർ ഷേപ്പ്. അപ്പം ദ ഷേപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓർ അതിൻ്റെ ആ ഒരു പാത്ത് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഷേപ്പ് ഓഫ് ദി കണ്ടക്ടർ. കണ്ടക്ടറിന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. നെക്സ്റ്റ് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടെർമിനോളജി. മാഗ്നറ്റിക് ഫ്ലക്സ്. Magnetic field cannot be detected by any of our personal senses, but its effect can be observed in mainly different ways. Okay. അപ്പം ഇവിടെ എന്ന് പറയുന്നതാണ് മാഗ്നറ്റിക് ഫ്ലക്സിനെ നമുക്കൊരു അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യണം. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്ന മാഗ്നറ്റിസത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ്. ടു ഐഡൻറ്റിഫൈ ദ മാഗ്നറ്റിക് ഫീൽഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ആസ് എ നമ്പർ വി ജനറലി യൂസ് ദ ടൈം മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പം ആ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറാണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് നമ്മൾ പറയുക. അപ്പം എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ? എന്താണ്? എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് field produced by a magnetic source is called magnetic flux and it is denoted by the Greek letter phi. Phi എന്നാണ് നമ്മൾ കാണിക്കുക. phi ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ദി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ മാഗ്നറ്റിക് സോഴ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ phi. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ഇഫ് 10 മാഗ്നറ്റിക് ലൈൻസ് കമ്മിങ് ഔട്ട് ഫ്രം ദ നോർത്ത് പോൾ ഓർ എൻറ്റേഴ്സ് അറ്റ് ദി സൗത്ത് പോൾ ഓഫ് മാഗ്നറ്റ്, ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് 10, phi is equal to 10 ലൈൻസ്. അപ്പോൾ ഇവിടെ ആ എമൗണ്ടിനെയാണ് കാണിക്കുന്നത് ഫ്ലക്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ phi വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത് എന്താണ്? ആ എമൗണ്ടിനെയാണ്. അപ്പോൾ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ലൈൻസ് നമുക്ക് പറയാം. ഇനി കോമൺ അല്ലെങ്കിൽ എന്താണ് ഇൻ SI സിസ്റ്റം എന്താണ് നമ്മൾ ഫ്ലക്സിനെ നമ്മൾ മെഷർ ചെയ്യുന്ന വെബർ ഫോമിലാണ്. വെബർ ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്താണ്? ദറ്റ് ഈസ് വെബർ. അപ്പോൾ 1 വെബർ ഈസ് ഈക്വൽ ടു 10 ലൈൻസ് ആണ്. 10 ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പം അല്ലെങ്കിൽ ഇതിനെ മാക്സ്വെൽസ് നമ്മൾ പറയും. അപ്പം 1 വെബർ ഈസ് ഈക്വൽ ടു 10 ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. വെബർ ഈസ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് 1 വെബർ ഈസ് ഈക്വൽ ടു 10 ലൈൻസ് ഓഫ് മാഗ്നറ്റിക് ഫോഴ്സ്.